ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇന്നിപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുകയാണ്. അതായത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ചപ്പുറം മാറിയിട്ടാണ് അച്ഛനമ്മയ്ക്ക് താമസിക്കുന്നത്. 2 കിലോമീറ്റർ അപ്പുറം അതിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് പാലക്കോട്ട് വയൽ. അവിടെ ഒരു അയ്യപ്പൻ വിളക്ക് മഹോത്സവം എന്ന് നടക്കുന്നുണ്ട്. ഞാനുണ്ട്, അമ്മ ഉണ്ട്, അമ്മയുടെ ചേച്ചി, അതായത് ഞങ്ങളുടെ സുജാതമ്മ എന്നാണ് വിളിക്കുക. ഞങ്ങൾ വല്യമ്മ എന്നല്ല വിളിക്കാറ്. അല്ലും പാടെ ഞങ്ങൾ 4 പേരൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ അവർ തൊഴുതിറങ്ങി. ഞങ്ങൾ അവിടെ എത്തി. ക്ഷേത്രമല്ല, ഇത് വലിയൊരു മൈതാനത്തൊരു സെറ്റ് ഇട്ടേക്കാണ്. അവിടെയാണ് ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ തൊഴുതിറങ്ങി. ഞാനും അല്ലൂടെ തൊഴുതിറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഓമക്കുണ്ട കണ്ടപ്പോൾ അവന് തൊഴണം. ഞങ്ങൾ തൊഴുതിറങ്ങുക കേട്ടോ. ബാക്കി നിങ്ങൾക്ക് കാണേ. അപ്പോൾ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോമജിത്തൻ പാർട്ടി അവതരിപ്പിക്കുന്ന സാമ്പ്രദായിക ഭജനയാണ്. ഗംഭീര പരിപാടിയാണ്. സാധാരണ ഭജന മാതിരിയല്ല, കുറച്ച് ഈ കർണാട്ടിക് മ്യൂസിക്കും രാഗങ്ങളൊക്കെ ചേർത്തിട്ട് ശ്ലോകങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു ഗംഭീര പരിപാടിയാണ് കേട്ടോ. ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ട് പരിപാടിക്ക്. ഇന്നലെ തലേന്നും ഗംഭീര പരിപാടിയായിരുന്നു. 3 ദിവസം അടുപ്പിച്ച് നല്ല പരിപാടിയായിരുന്നു അവിടെ. തലേന്നൊക്കെ ആയിരുന്നെങ്കിൽ കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പോൾ അല്ലു ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ അമ്മയും മാത്രമല്ല വീട്ടിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ 4 ആളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പർക്ക് ബലൂൺ വേണമെന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ബലൂണ് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അമ്മയും സുജാതമ്മയും അവിടെ നിർത്തി. ഇതൊരു ഭയങ്കര വൈബാട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉത്സവപ്പറമ്പിൽ ഈ സാധനങ്ങൾ വിൽക്കുന്ന ഇതിലൂടെ ഇങ്ങനെ നടക്കുന്ന ഭയങ്കര സംഭവം തന്നെയാണ്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ലേഡീസിന് അവരെ കളിയാക്കി പറയുന്നതല്ല, കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ട് എത്ര ഉണ്ടെങ്കിലും, ഇപ്പോൾ കൺമഷിയും വളയും ചാന്തൊക്കെ എത്ര ഉണ്ടെങ്കിലും ഉത്സവപ്പറമ്പൊന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെ. അത് എനിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. അവിടെ ചെന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക. കാരണം ഒരു ഗോൾഡ് ഷോറൂപ്പ് കയറിയിട്ട് ഇപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ ഒരു 10-200 രൂപയ്ക്ക് കാര്യം കഴിയും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അവിടെ നിന്ന് എന്തൊക്കെയോ സാധനം റീജ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം അല്ലുവിന് ബലൂണ് വാങ്ങി. അപ്പോൾ ബലൂൺ വാങ്ങിയപ്പോൾ ഒരു ഹാപ്പിയാണ്. അമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പം അമ്മയുടെ കൂടെ കളിക്കണം എന്നുള്ള മൂഡിലായി മൂപ്പര്. അമ്മയും അല്ലുകൂടെ ഭയങ്കര കളിയാണ്. അല്ലു അവിടെ അധികം ഇടയ്ക്ക് നിന്നിട്ടേ ഇല്ല, ഇങ്ങനെ പാഞ്ഞ് കളിക്കരുത്. കാരണം ഞാൻ പറഞ്ഞല്ലേ, അവൻ ഈ ആൾക്കൂട്ടം തിരക്കും കണ്ടാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവൻ അമ്മയോടൊപ്പം ഇങ്ങനെ കളിക്കുകയാണ്. സുജാതമ്മേനെ അങ്ങനെ നോക്കി വെറുപ്പിക്കുന്നുണ്ട് മൂപ്പര്. എന്നാലും അമ്മയുടെ കൂടെയാണ്. അമ്മ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ അപ്പുറം ആയതുകൊണ്ട് ഇവനെ വല്ലാതെ എപ്പോഴും കിട്ടൂലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ബലൂണിൻ്റെ കളി കഴിഞ്ഞ് മൂപ്പർക്ക് നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല, ഈ ഓടുക ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ സീറ്റിൻ്റെ ഒപ്പം തന്നെ ഒരു കുട്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൂടെ ഇരുന്ന് കുറേ നേരം കളിച്ചിരുന്നു. അവൾക്കും ഭയങ്കര ഹാപ്പി. ഇവൻ പെട്ടെന്ന് അങ്ങോട്ട് അവളായിട്ട് മിങ്കിളായപ്പോഴേ അവനങ്ങനെ തന്നെയാണ്. അല്ലു അങ്ങനെ തന്നെയാണ്. ആരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോളിയാവും. അപ്പോൾ ആ കുട്ടിയോടൊപ്പം ഇങ്ങനെ കളിക്കുകയാണ്. ബലൂണ് എൻ്റെ കയ്യിലിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അവളുടെ കൈ കൊടുത്തു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവൾക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ച റീജ ആ ബലൂൺ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവൻ അവിടെ നിന്ന് തട്ടിപ്പറിച്ച് ആ കുട്ടിക്ക് കൊണ്ട് കൊടുക്കുന്നത്. അവളുടെ കൂടെ തന്നെ ഇരുന്നു, കുറേ നേരം അവളുടെ കൂടെ തന്നെ ഇരുന്ന് കളിച്ച്. അതൊക്കെ കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ അക്കുമോനാണ്, എൻ്റെ പെങ്ങളുടെ മോനാണ്. അല്ലുവിന് അവനെ ഭയങ്കര ജീവനാണ്. അപ്പോൾ ഞങ്ങൾ അവരെ വരിയിൽ നിർത്തി, ഭക്ഷണത്തിന് വേണ്ടി വരിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെത്തിയപ്പോൾ ഞങ്ങൾ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. ഇപ്പോൾ നമ്മുടെ പാലക്കൊമ്പ് എഴുന്നള്ളത്ത് വരവൊക്കെ നേരെ ക്ഷേത്രത്തിലേക്ക്, അതായത് ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രമല്ല ഷെഡാണ്, ഒരു പന്തലിട്ടേക്കാണ് അവിടെ സെറ്റ് ചെയ്താണ്. അപ്പോൾ അവിടേക്ക് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര നേരം അവിടെ ഇരിക്കുകയായിരുന്നു, ചെയറിലിരിക്കുകയായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാവരുടെയും അയ്യപ്പൻ്റെയും വെളിച്ചപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പരിപാടിയാണ്. ഓക്കെ.
അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു തിരക്ക് കഴിഞ്ഞപ്പോഴാണ് അവരുടെ കൂടെ തന്നെ വന്ന ഈ കരകാട്ടത്തിൻ്റെ പരിപാടിയാണ്. എന്ത് ഭംഗിയായിരുന്നു എന്ന് കാണാൻ. ആ കലാകാരന്മാർ, ശിങ്കാരിമേളക്കാരുണ്ടായിരുന്ന അവരുടെ താളത്തിനൊപ്പം ഭയങ്കര ഒരു ഹരമായിരുന്നു കേട്ടോ. അവരുടെ കൊട്ടും, ചെറിയ പയ്യന്മാരാണ് കൊട്ടുന്നതൊക്കെ, പക്ഷേ എന്ത് രസമാണെന്നറിയോ, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് അവിടെ നല്ല തിരക്കായിരുന്നു. ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ ഒന്നും ഭയങ്കര പാടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം, എൻ്റെ അത്ര ഹൈറ്റുള്ള ആൾക്കാർ അധികം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് മൊബൈൽ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചിട്ട് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റി. പിന്നെ ഫോണിൻ്റെ ക്ലാരിറ്റി ലേശം കുറവാണ് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് സഹിക്കണം കേട്ടോ. അപ്പോൾ നല്ല പരിപാടിയായിരുന്നു. എന്ത് ഭംഗിയാണെന്ന് പറയാം അവർ കളിക്കുന്നത് കാണാനും. പിന്നെ ഒപ്പം ഇതിൻ്റെ ആ പൂക്കട മാതിരിയുള്ള സാധനം, അതിനെപ്പറ്റി എന്താ പറയുന്നത് എനിക്കറിയില്ല. അവരതൊക്കെ നിവർത്തിയിട്ട് ആണ് ഈ ഡാൻസ് കളിക്കുന്നത്. എത്ര ദൂരം നടന്നു വന്നിട്ടാണ് അവരിങ്ങനെ കളിക്കുന്നത്. അതാലോചിക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ് കേട്ടോ. അവർ ഇത്തരം ഭാരമുള്ള സാധനങ്ങളൊക്കെ താങ്ങി ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന. ഒപ്പം ഈ ശിങ്കാരിമേളക്കാരുടെ ഗംഭീര കൊട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ആസ്വദിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ? നമ്മളെ ചെറിയൊരു വീഡിയോ ആയിരുന്നെങ്കിലും നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങൾ കാണിച്ചു എന്ന്, ഭംഗിയുള്ള കുറച്ച് പരിപാടികൾ ഞങ്ങൾ കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞങ്ങളത് ഒരു ചെറിയ ഫാമിലിയാണ്. ഞങ്ങളുടേത് 1K ആയി, അത് 1K ആയി ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ ഞങ്ങളോടൊപ്പം കട്ടയ്ക്ക് നിന്ന എല്ലാ ഞങ്ങളുടെ കൂട്ടുകാരനും ചങ്ക് കൂട്ടുകാർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഇനിയുള്ള ഞങ്ങളുടെ വീഡിയോസും അതുപോലെ ഷോർട്സിനൊക്കെ നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്നേഹത്തോടെ തേൻനെല്ലിക്ക ഫാമിലി കേട്ടോ. ഓക്കെ, ബൈ.